ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി പരിചയപ്പെടാം. ബീഫ് കറിയുടെ അതേ ടേസ്റ്റിലൊരു ചേനക്കറി. ചേനക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പാത്രം നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 2 പച്ചമുളക് 4ആയിട്ട് കീറിയത്, 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇവയെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ സവാളയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടുന്നതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് മസാല ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടി ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല. മസാലകളെല്ലാം യോജിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പീസായിട്ട് തന്നെ ഈ കറിയിൽ തക്കാളി കിടക്കും. തക്കാളി നല്ലതുപോലെ യോജിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചേനയാണ്. ആ ചേനകൾ മീഡിയം സൈസ് വലിപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മളെ ബീഫിനൊക്കെ ഇടുന്ന അത്രയും ഉപ്പ് ഇതിലേക്ക് ചേർക്കണ്ട. ഉപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്നത് വരെയുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിലടിച്ച് വിസിലെല്ലാം പോയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചേന ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓരോ ചേനക്കും പല പല വേവായിരിക്കും. അതുകൊണ്ട് 1 വിസിലടിച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വേണം കൂടുതൽ വിസിൽ വേണമെന്നുണ്ടെങ്കിൽ അടിപ്പിക്കാനായിട്ട്. ഈ കറിയുടെ ഗ്രേവി ഒന്ന് കുറുകുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.